കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതദേഹം 3 ദിവസം വീട്ടിൽ സൂക്ഷിച്ച് പൂജ നടത്തിയ മകൻ പോലീസ് കസ്റ്റഡിയിൽ. എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നത്താമ്മയാണ് മരിച്ചത്. കുറെ കാലമായി രോഗബാധിതയായി കിടപ്പിലായിരുന്ന ചിന്നത്താമ്മയെ ശുശ്രൂഷിച്ചിരുന്നത് മകൻ കൃഷ്ണസ്വാമിയായിരുന്നു. അമ്മയും മകനും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചിന്നത്താമ്പ മരിച്ചതെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. എന്നാൽ മരണവിവരം ആരെയും അറിയിക്കാതെ മൃതദേഹം വെള്ളത്തുണി കൊണ്ട് മൂടി ഭസ്മവും ചന്ദനവും ചാർത്തി വിളക്ക് തെളിയിച്ച് കൃഷ്ണസ്വാമി പൂജ നടത്തിയെന്നാണ് വിവരം. വെള്ളിയാഴ്ച വൈകിട്ടോടെ കൃഷ്ണസ്വാമിയുടെ മകൾ വീട്ടിലെത്തിയപ്പോഴാണ് മുത്തശ്ശിയുടെ മരണവിവരം പുറത്തറിയുന്നത്. തുടർന്ന് വാർഡ് മെമ്പറെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട് കൃഷ്ണസ്വാമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അമ്മയോടുള്ള കടുത്ത ആത്മബന്ധം കാരണവും മാനസിക അസ്വസ്ഥയും മൂലവും അമ്മ മരിച്ചുവെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിയാത്തതിനാലാകാം ഇയാൾ ഇങ്ങനെ ചെയ്തത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്നാൽ കൃഷ്ണസ്വാമിക്ക് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. മുൻപ് ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തിയപ്പോൾ അവരെ വീടിനുള്ളിൽ പ്രവേശിക്കാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. അമ്മയുടെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നതാകാം ഇത്തരത്തിൽ പെരുമാറാൻ കാരണമെന്നാണ് പ്രദേശവാസികളും പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹം, കുടുംബം, മാനസികാരോഗ്യ സംവിധാനം എന്നിവയുടെ വീഴ്ചകളെയൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു സംഭവമാണ് കുളത്തൂപ്പുഴയിലെ ചിന്നത്താമ്പ എന്ന ഈ അമ്മയുടെ മരണം. ദീർഘകാലമായി രോഗിയായ അമ്മയെ ഒറ്റയ്ക്ക് പരിചരിച്ചിരുന്ന മകൻ അമ്മ മരിച്ച ശേഷവും മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് പൂജ നടത്തുന്നു. ഇതൊരു സാധാരണ മനുഷ്യന്റെ യുക്തിക്ക് നിരക്കുന്ന പെരുമാറ്റമല്ല. എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന പ്രാഥമിക വിവരവും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തെ കുറ്റകൃത്യം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാനുമാകില്ല. പ്രിയപ്പെട്ട ഒരാളുടെ മരണം അംഗീകരിക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ ചിലരിൽ ഗുരുതരമായ മാനസിക പ്രതിസന്ധിയായി മാറാം. അതിന് സമയോചിതമായ ചികിത്സയും സാമൂഹിക പിന്തുണയും ലഭിച്ചില്ലെങ്കിൽ അസാധാരണമായ പെരുമാറ്റത്തിലേക്ക് അത് കൊണ്ടെത്തിക്കും. അതോടൊപ്പം ആ ആരോഗ്യ പ്രവർത്തകരെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ മുൻപ് ഇയാൾ അനുവദിച്ചിരുന്നില്ലെന്ന നാട്ടുകാരുടെ മൊഴിയും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അത്തരം സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ കൃത്യമായ ഫലപ്രദമായ ഇടപെടൽ നടത്തേണ്ടിയിരുന്നു. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന രോഗികളെയും അവരുടെ പരിചാരകരെയും കണ്ടെത്തി നിരീക്ഷിക്കുന്ന സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്നതും ഇവിടെ നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ സംഭവത്തിന്റെ യഥാർത്ഥ സാഹചര്യങ്ങൾ വ്യക്തമാകുകയില്ല. എന്നാൽ മാനസികാരോഗ്യത്തെ അവഗണിക്കുന്ന സമൂഹം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും കാണേണ്ടി വരും എന്നതും ഓർമ്മപ്പെടുത്തുന്നു.